ഓം സഹനാവവതൗ സഹനൗ പുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ ഹിന്ദുധർമ്മ വിശ്വാസികളെയും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചത് വിഷ്ണു തത്വത്തെക്കുറിച്ചായിരുന്നു. വിഷ്ണു ആരാണെന്നും എന്താണെന്നും വിഷ്ണുവിൻ്റെ തത്വരഹസ്യം എന്താണെന്നും പ്രതിപാദിച്ചിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് ബ്രഹ്മാവിനെക്കുറിച്ചാണ്. എന്താണ്, ആരാണ് ബ്രഹ്മാവ്, എന്താണ് ബ്രഹ്മതത്വം? ബ്രഹ്മാവിന് ബ്രഹ്മപുരാണത്തിൽ ഒരു ധ്യാന ശ്ലോകമുണ്ട്. സനാഭി കമലേ വിഷ്ണുസ്ഥിതൗ ബ്രഹ്മപ്രജാപതി. വിഷ്ണുവിൻ്റെ നാഭി കമലത്തിൽ നിന്ന് ആണ് ബ്രഹ്മാവിൻ്റെ ഉത്ഭവം. അതായത് വിഷ്ണുവിൻ്റെ പൊക്കിളിൽ നിന്ന് പോകുന്ന താമരത്തണ്ടിൽ, താമരയിലാണ് ബ്രഹ്മദേവൻ കുടികൊള്ളുന്നത്. ശരിക്കും എന്താണ് ഇതിൻ്റെ രഹസ്യം? നമുക്കറിയാം വിഷ്ണു തത്വം എന്താണ് എന്ന്. ഇവിടെ നമ്മൾ മിക്കവാറും ക്ഷേത്രങ്ങളിലൊക്കെ എഴുതി വച്ചിട്ടുണ്ടല്ലോ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. എന്താണ് അമ്മയും നാരായണനും തമ്മിലുള്ള ബന്ധം? ലക്ഷ്മിയും നാരായണനും തമ്മിലുള്ള ബന്ധം? ഭദ്രയും നാരായണനും തമ്മിലുള്ള ബന്ധം? ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിശോധിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത് എല്ലാവരിലും ഈ സന്ദേശം എത്തിക്കേണ്ടതാണ്. ഇവിടെ ഒരേ സമയത്ത് പ്രപഞ്ച മാതാവും പിതാവുമായി വർത്തിക്കുന്ന മൂർത്തിയാണ് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ. അവിടെ ആ ഭഗവത് സ്വരൂപത്തിന് സ്ത്രീ പുരുഷ ക്ലീബ ലിംഗഭേദങ്ങളൊന്നും തന്നെയില്ല. നമ്മൾ സഗുണസാകാര രൂപേണ ആ രൂപത്തെ വിവക്ഷിക്കുമ്പോൾ അതിന് പുല്ലിംഗ ശബ്ദം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പുരുഷനിൽ സ്ത്രീയുണ്ട്, സ്ത്രീയിൽ പുരുഷനുമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ അമ്മയുടെ ഉദരത്തിൽ ശയിക്കുന്ന കിടക്കുന്ന ഒരു ശിശു, ആ കുട്ടി എങ്ങനെയാണ് വളരുന്നത്? അമ്മയിൽ നിന്ന് ജീവചൈതന്യം ഊറ്റിയെടുത്താണ് ആ കുഞ്ഞ് വളരുന്നത്. അതിന് അമ്മയിൽ നിന്ന് പൊക്കിൾക്കൊടി ബന്ധത്തിലൂടെയാണ് ജീവചൈതന്യം ആ കുട്ടി ഊറ്റിയെടുത്ത് വളരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ തത്വരഹസ്യമാണ് വിഷ്ണു ഭഗവാനും അതുപോലെ ബ്രഹ്മദേവനും നമ്മെ പഠിപ്പിക്കുന്നത്. പ്രപഞ്ചമാതാവാകുന്ന വിഷ്ണുവിൽ നിന്ന് ജീവചൈതന്യം ഊറ്റിയെടുത്ത് സൃഷ്ടി നടത്തുന്നു എന്ന ശാസ്ത്രീയവും താത്വികവുമായ തത്വരഹസ്യമാണ് ബ്രഹ്മസൃഷ്ടിക്ക് പിന്നിലുള്ളത് എന്ന ശാശ്വത സത്യം നമ്മളെല്ലാവരും തിരിച്ചറിയണം. ഈ സത്യം മനസ്സിലാക്കി, അതുകൊണ്ടാണല്ലോ ബ്രഹ്മദേവനെ നമ്മളെല്ലാവരും സൃഷ്ടികർത്താവായി അംഗീകരിക്കുന്നത്. ഇവിടെ പ്രപഞ്ചസ്വരൂപമായ വിഷ്ണുവിൽ നിന്നാണ് ഈ ജീവചൈതന്യം ഊറ്റിയെടുത്ത് ബ്രഹ്മദേവൻ സൃഷ്ടി നടത്തുന്നത്. ഈ രഹസ്യമാണ് ബ്രഹ്മദേവൻ്റെ, ബ്രഹ്മാവിഷ്ണു മഹേശ്വരാദികളിൽ ബ്രഹ്മദേവൻ്റെ സൃഷ്ടിക്ക് പിന്നിലുള്ളത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും നമസ്തേ.